ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റഫത്ത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയനാട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പാൽച്ചുരമാണ്. ഇതാണ് വയനാട്ടിലുള്ള പാൽച്ചുരം. കണ്ടോ, നമ്മൾ അവിടെ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, കാരണം രാവിലെ വെളുപ്പിന് 6 മണിക്കാണ്. അപ്പോൾ നമുക്ക് ആ വെട്ടവും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ഇതാക്കാൻ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇപ്പോൾ നമ്മൾ പാൽച്ചുരമായിട്ടുണ്ട്. വോയിസ് അങ്ങനെ കൊട്ടിയൂറൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പാൽച്ചുരം വരെയായി. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട്, 20 മിനിറ്റ് അത്രയേ ഉള്ളൂ. വയനാടിലോട്ട് പോവാണ് ഗൈസ്. അപ്പം ഒരു ഹോട്ടലിൽ കയറി ഗൈസ്. അപ്പോഴാണ് ഇൻട്രോ എടുക്കണമെന്ന് ഓർത്തത്. അപ്പം ഒരു ഹോട്ടൽ അന്നപൂർണ്ണ. അവിടെ കയറി ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ദോശയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ അതാണ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ മലകൾ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മൾ വയനാട്ടിലുള്ള ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുക അവിടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വയനാട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വയനാട്ടിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വയനാട്ടിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വയനാടാണിത്. ഇതാണ് ഗൈസ് വയനാട്. കണ്ടോ, അടിപൊളിയാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ വയനാടോടെ എൻ്റർ ചെയ്തു. പാൽച്ചുരം വലിയ അത്യാവശ്യം ബോറായിരുന്നു, കാരണം ഭയങ്കര കയറ്റവും ഇതും ഇതായിരുന്നു ഗൈസ്. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ വയനാട്ടിലോട്ട് കയറി. ഇതാണ് ഗൈസ് വയനാട്ടിലെ കാഴ്ച. നമുക്ക് അവിടുത്തെ ഫസ്റ്റ് ലൊക്കേഷനായ ഏതാണെന്നറിയില്ല. ലൊക്കേഷൻ അവിടെ ചെന്നിട്ട് നമ്മളൊക്കെ ഏതായാലും കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന വാട്ടർഫോളിനാണ്. ഇതാണ് ഇർപ്പു വാട്ടർഫോൾസ്. ഗൈസ് ഇങ്ങനെയാണ് ഒഴുകിയാണ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഗൈസ് ഇർപ്പു വാട്ടർഫോൾ. അടിപൊളിയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട്. കണ്ടോ, വരുന്നതാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഗൈസ് അതാണ് ഇർപ്പു വാട്ടർഫോൾസ്. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. കിടുക്കി. ഇവിടെ കുളിക്കാൻ പറ്റും. ഞാൻ കുളിക്കാൻ ഇറങ്ങുന്നില്ല. ഒരുപാട് കുറേ സ്ഥലം കവർ ചെയ്യണതുകൊണ്ട് കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. അടിപൊളി. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മളതിൻ്റെ മേളിലെത്തി. മേളിൽ ഇതാകണ്ട ഇഷ്ടം. പിന്നെ ഇത് കർണാടകയിലാണ് കേട്ടോ ഉള്ളത്. കർണാടകയിലെ കുട്ട എന്നുള്ളൊരു സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി വെള്ളച്ചാട്ടം. നമ്മളെ കുറച്ചുകൂടെ കുറ്റിക്കാടികളൊക്കെ വലിയ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അടിപൊളിയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴിപ്പോൾ നല്ല രസമാണ്. ഇതാക്കാം. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് വെള്ളം. ഞാൻ തൊട്ട് നോക്കിയായിരുന്നു, നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കഴിച്ചാ കാഴ്ചകളും കാര്യങ്ങളും സെറ്റ് വൈബാണ് കേട്ടോ. പിന്നെ ഫുള്ള് കാടാണ്. ഇതാ അടിപൊളി. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്പോട്ട് 2-ലാണ്. അപ്പോൾ ഗൈസ് അതായത് പഴശ്ശിരാജ തോമ്പാണ്. അതായത് പഴശ്ശിരാജൻ്റെ കബർ എന്ന് പറയുമ്പോൾ ശവകുടീരം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് ധീരനായിരുന്നു. അവസാന നാൾ വിഷം കഴിച്ചാണ് അത് മരിച്ചത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. വയനാട് ഫുള്ള് പിടിച്ചടക്കിയ വലിയ രാജാവാണ്. അപ്പോൾ അവരുടെ ശവകുടീരത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനിയിപ്പം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇവിടെ പഴശ്ശിരാജനെ പറ്റി കുറേ ഇൻഫർമേഷനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നവംബർ 30-നാണ് അടക്കിയത്. അതായത് മൃതദേഹം മാനന്തവാടിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അടക്കിയതെന്ന് ഉറപ്പായിട്ടുണ്ട്. TH ബാബർ. അടിപൊളി. ഇതാണ് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ. വായിച്ചു നോക്കുക. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് പഴശ്ശിരാജൻ്റെ മക്ബറ, അതായത് ഖബർ എന്ന് വേണമെങ്കിൽ പറയാം, ശവകുടീരം. ഇവിടെയാണ് പഴശ്ശിരാജനെ സംസ്കരിച്ചത്. ഇവിടെ ഇതാണ് ഇതുണ്ട്. വീര പഴശ്ശി. ഇതാണ് കണ്ടോ, ഒരു കിണർ പോലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആർട്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ആർട്ടാണ്. ഇത് കൊള്ളാം, അടിപൊളിയാണ്, നല്ല ആർട്ടാണ്. പിന്നെ ഇവിടെയാണ് സംസ്കരിച്ചതിൻ്റെ അടിയിലിതാ. ഓക്കെ, അടിപൊളി. ഇവിടെയാണ് പഴശ്ശിരാജൻ്റെ തോമ്പ്. ഒരു അതിശയം തന്നെയാണത്. കുറേ ആർട്ടൊക്കെ ഉണ്ട്. ഇതാ പഴശ്ശിരാജൻ്റെ കളരിപ്പയറ്റും സംഭവങ്ങളും പുള്ളിയുടെ ചരിത്രം തോന്നിയിൽ ചെയ്തിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പോട്ട് 3-ൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബാണാസുര സാഗർ ഡാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മേളിൽ കാണാം. അതാണ് ബാണാസുര സാഗർ ഡാമിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിവരങ്ങളായിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി ഭാഗത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ബാണാസുര സാഗർ ഡാം. അണക്കെട്ടാണിത്. ഇവിടെ കുറേ ഐലൻഡൊക്കെ കാണാം. കണ്ട കുറേ ഐലൻഡ് കാണാം. സ്പീഡ് ബോട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ. സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ? പരമാവധി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് കാണാൻ കഴിയുന്നത്.
സ്പീഡ് ബോട്ടും കാര്യങ്ങളും. ഇതാണ് ഡാം. ഇവിടെ വെള്ളം കെട്ടിയിട്ടേ അപ്പുറത്തെ സൈഡിലാണ് വെള്ളം ഇറങ്ങിപ്പോവാ. അടിപൊളി. ഇതാ അത്യാവശ്യം വലിയ ഡാമാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളായിരുന്നു നമ്മുടെ വയനാട് വിശേഷങ്ങളും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ വയനാട് പോയി, ബാണാസുര സാഗർ ഡാം പോയി, ഇങ്ങനെ വയനാട്ടിലുള്ള പല സ്ഥലത്തും പോയി നമ്മൾ തകർത്തായിരുന്നു ഗൈസ്. ഇപ്പം അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ആ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്കിനിയിപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരിക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.